ബോഡിമെട്ട് ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മുന്തിലും അതുപോലെ പുലിയൂത്തിനും ഇടയിലായി 3 ഇടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. അതുകൊണ്ട് തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട്. ജയൻ എസ് രാജു ചേരുന്നു. ജയൻ, ഈ മണ്ണിടിച്ചിലുണ്ടായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗതാഗത തടസ്സവും അവിടെ രൂക്ഷമാണെന്ന് അറിയാൻ കഴിയുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തല്ല മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിന് ശേഷമുള്ള ചുരം ഇറങ്ങുന്ന ഭാഗത്താണ് 2 ഇടത്തായിട്ട് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുവഴിയുള്ള ഗതാഗതം ഏതാണ്ട് 5 മണിക്കൂറായി തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ബോഡിമെട്ട് റോഡിൽ 9-ാം വളവിലും അതോടൊപ്പം തന്നെ 11-ാം വളവിലുമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2 വശത്തും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങളുമാണ് ഈ റോഡിൽ പെട്ടുപോയിരിക്കുന്നത്. വാഹനങ്ങൾ നിലവിൽ ബോഡിമേട്ട് ചെക്ക് പോസ്റ്റിൽ ചൂണ്ടലിന് സമീപം തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചതിന് ശേഷം മാത്രമേ അതുവഴിയുള്ള ഗതാഗതം സാധ്യമാവൂ. സ്ഥിരം കാലവർഷം ഉണ്ടാകുന്ന സമയത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. പ്രധാനമായും കേരളത്തിൻ്റെ അതിർത്തി മേഖലയിലാണ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. അണക്കര മുതൽ ഏതാണ്ട് ഈ പൂപ്പാറ ബോഡിമേട്ട് വരെയുള്ള ഭാഗത്ത് അതിർത്തി മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. നെടുങ്കണ്ടം വെസ്റ്റ് പാറ ബ്ലോക്ക് നമ്പർ 571-ൽ സുമതിയുടെ വീട് തകർന്നിട്ടുണ്ട്. സമീപത്ത് നിന്ന് തെങ്ങ് മറഞ്ഞു വീണാണ് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇനിയിപ്പോൾ നൽകാനൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കല്ലാർ ഡാം തുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു അരയടി വെള്ളം കൂടി ഉയർന്നാൽ സംഭരണ ശേഷിയിലെ അല്ലെങ്കിൽ സംഭരണത്തിൻ്റെ പരമാവധിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ കല്ലാർ ഡാം തുറക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 136.5 അടിയായി ഉയർന്നിട്ടുണ്ട്. ഡാമിലേക്ക് സെക്കൻഡിൽ 15,000 ഘനയടി വെള്ളം ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് തമിഴ്നാട് നൽകുന്ന വിവരം. ആവറേജായി ശരാശരിയായി കണക്കാക്കുന്നത് 5,000-ന് മുകളിൽ ഘനയടി വെള്ളമാണ്. അതായത് 142 അടി വരെ വെള്ളം സംഭരിക്കാൻ ഇപ്പോൾ തമിഴ്നാടിന് കഴിയും. 1,500 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ തേനി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന തേനി അടക്കമുള്ള മേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും അവിടെ ശക്തമായ മഴ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജലനിരപ്പ് ഈ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ 142 അടിയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. റൂൾ കർവ് അനുസരിച്ച് തമിഴ്നാടിന് ഇപ്പോൾ 142 അടി വെള്ളം വരെ സംഭരിക്കാം. ശരി ജയൻ, എന്താണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ പല പ്രേക്ഷകരും പ്രതികരിച്ചിരുന്നു. ഇടുക്കിയിൽ ഇത്തരത്തിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്ന് പ്രതികരിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു അവിടെ മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രദേശത്ത് മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം ഒക്കെ നിലനിൽക്കുന്നു. ഒപ്പം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. ജയൻ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ ഭീതി അടക്കം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണല്ലോ, മലയോര മേഖലയാണല്ലോ. അപ്പോൾ ഈ ജനങ്ങൾ മാറി താമസിക്കണം എന്നതടക്കമുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുടങ്ങേണ്ട ഒരു സാഹചര്യം മേഖലയിൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെയാണ് ഈ അതിർത്തി മേഖലയിൽ, പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മേഖലയുണ്ട്. അവിടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന പ്രദേശം, അവിടെ വനമേഖലയുണ്ട്, അതോടൊപ്പം തന്നെ ആളുകൾ താമസിക്കുന്ന മേഖലയുണ്ട്. ആ മേഖലകളിലാണ് ശക്തമായ മഴ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും മറ്റും പോകുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാറിലൂടെയൊക്കെ വന്നിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന വിനോദസഞ്ചാരികളും അതോടൊപ്പം തന്നെ മറ്റ് യാത്രക്കാരുമായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് ഈ ബോഡിമെട്ട് വഴി, ദേശീയപാത പൂപ്പാറയിൽ നിന്ന് ബോഡിമെട്ട് വഴി തമിഴ്നാട്ടിലേക്കുള്ള വഴി ഒഴിവാക്കുക എന്നുള്ളതാണ്. പകരം ഒന്നുകിൽ കമ്പംമേട്ട് വഴിയോ അല്ലെങ്കിൽ കുമളി വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാതയോ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഏറ്റവും സുരക്ഷിതം കൊല്ലം തേനി ദേശീയപാത തന്നെയാണ്. അതായത് കുമളി ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാത തന്നെയാണ്. തേനി ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. കേരളത്തിൻ്റെ മേഖലയിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ
മേഖലയിൽ മഴയുണ്ടെങ്കിലും ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും ആരംഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇന്നലെ ഒരു അപകട മരണമുണ്ടായി. ഇന്നലെ ഒരു പെൺകുട്ടി കലിങ്കിന് സമീപത്ത് നിന്നും തോട്ടിലേക്ക് വീഴുകയും അവരുടെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ആശ എന്ന 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ് ഭർത്താവിനൊപ്പം. അവരുടെ മരണം സംഭവിച്ചിരുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിശക്തമായ മഴ അതിർത്തി മേഖലയിലാണ് പെയ്യുന്നത്. ലോ റേഞ്ചിലും അതോടൊപ്പം തന്നെ ഈ ഇടമേഖലയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിലും ശക്തമായ മഴ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ശരി ജയൻ, എന്താണെങ്കിലും ഇടുക്കിയിൽ അതിർത്തി മേഖലകളിൽ അതിശക്തമായ മഴ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് തേനി ജില്ലയിലടക്കം നല്ല രീതിയിൽ മഴ പെയ്യുന്നു. അവിടെ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണിടിഞ്ഞ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. വലിയ രീതിയിലുള്ള ആശങ്കയുടെ സാഹചര്യം നിലനിൽക്കുന്നില്ല എങ്കിൽ കൂടി ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കേണ്ട സാഹചര്യം അടക്കം നിലനിൽക്കുന്നില്ല എങ്കിൽ കൂടി ഈ മുൻകരുതലുകളൊക്കെ എടുത്ത് എല്ലാവരും മുന്നോട്ട് പോവുക, ജാഗ്രതയോടെ തുടരുക. പ്രത്യേകിച്ച് എപ്പോഴും പ്രകൃതിക്ഷോഭവും മറ്റും ഉണ്ടാകുന്ന പ്രദേശങ്ങളൊക്കെയാണ് ഇത്. ജയനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.